ഒരു രാത്രിയിൽ നടക്കുന്ന കഥയാണ്. സോ ഒരു കൈദിക്ക് ശേഷം നമ്മൾ അങ്ങനെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ അത്യാവശ്യം സ്പെഷ്യലാണ്. കാരണം നായികയ്ക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓഡിയൻസ് വിചാരിക്കുന്ന ഒരു ടാസ്ക് ആണ് ഇതിലെ ഒരു കഥയായി നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് $25,000 ഒരു രാത്രി കൊണ്ട് ഉണ്ടാവേണ്ടത്. സോ ഒരു നായികയാണെങ്കിൽ 3 ജോലി ചെയ്യുന്ന, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു നായിക. സോ ഒരു നായിക ഒരിക്കലും നല്ല വഴികൾ കൂടി ഈ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ആ ഒരു നായിക പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രത്തിന്റെ പെർഫോമൻസ് തന്നെയാണ്. പോകുന്ന ആ ഒരു സ്ട്രഗിൾസ്, അതായത് കൂടുതലും ഈ ഒരു ക്യാരക്ടറിന് തന്നെയാണ് അഭിനയിക്കാനുള്ളത്. സോ ആ ഒരു വാനിസ കിൽബിയുടെ പെർഫോമൻസ്, ഈ ഒരു ആക്ട്രസിനെ മിഷൻ ഇമ്പോസിബിൾ ഒരു കണ്ടവർക്കൊക്കെ അത്യാവശ്യം മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. സോ അങ്ങനെ ഒരു ഓസ്കാർ നോമിനേഷനിലൊക്കെ വന്ന ഒരു ആക്ട്രസ് ആണ്. നെപ്പോളിയനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ക്യാരക്ടറിൽ കൂടി മൊത്തം കഥ പോകുന്നത്, നമുക്ക് ആ കഥയുടെ സ്ട്രഗിൾസും ആ ഒരു പ്രശ്നങ്ങളും ഒരു സിനിമ എൻഗേജിങ് ആവുന്നത് എല്ലാം മനസ്സിലാവുന്ന ഈ ഒരു കഥാപാത്രത്തിന്റെ പെർഫോമൻസിൽ കൂടിയാണ്. സോ അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി കൂടുതലും വർക്ക്ഔട്ട് ആവുന്നത് ഇതിന്റെ ഡയറക്ഷനിൽ കൂടി തന്നെയാണ്. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് ഇതിൽ ബെഞ്ചമിൻ കാൽട്രോൺ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. ഈ മൂവി ലോജിക്കലി കുറെ പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള സിനിമ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ സിനിമ സ്കിപ്പ് ചെയ്യാം. അതല്ലാതെ ഈ ലോജിക്കൊന്നും നോക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കണ്ട് തീർക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്. സോ ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സിനിമയുടെ പേര് നൈറ്റ് ഓൾവേസ് കം.